മക്കളെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. അപ്പം ക്വസ്റ്റ്യൻ നോക്കിയല്ലേ? യെസ്, നോക്കിയേ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എവിടുന്നാണ് വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോ ഡൗട്ട് ബൈനോമിയൽ തിയറം. ബട്ട് ദ പ്രോബ്ലം ഈസ് ഇത് ബൈനോമിയൽ അല്ല, ഇത് ട്രൈനോമിയൽ ആണ് അല്ലേ? അപ്പം മാറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാധാരണ 2 ടേംസ് ആണ് തരാറ്, പക്ഷേ ഇവിടെ 3 ടേംസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് ട്രൈനോമിയൽ ആണ്. അപ്പോൾ ഒരു മൾട്ടിനോമിയൽ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ദിസ് ഈസ് ദ റേറ്റിംഗ് ഓഫ് ദി ക്വസ്റ്റ്യൻ ഈസ് വെരി ഡിഫിക്കൽട്ടി ലെവൽ. ദിസ് ഇസ് നോട്ട് സോ ഈസി. പക്ഷേ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരില്ല. എന്താണെങ്കിലും ശരി, നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത് മനസ്സിലാക്കി വെക്കുക. കാരണം JEE എക്സാമിന് നമുക്ക് എന്തും ചോദിക്കാം അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ഓൾ റാഷണൽ ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ആണ്. അത് ഇപ്പോൾ ഒരു ബൈനോമിയൽ ആയിരുന്നെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ആൻസർ ചെയ്യാമായിരുന്നു. നമ്മളതിൻ്റെ ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. പക്ഷേ ട്രൈനോമിയലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിതിനെ കുറച്ച് ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു ജനറൽ ഫോം എഴുതിയതിന് ശേഷമാണ് ഇത് നമ്മൾ ചെയ്യുക. ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 3 ടേം ഉണ്ട്, ഹോൾ പവർ n ഉണ്ടെങ്കിൽ നമ്മൾ എഴുതുക n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ R1 ഫാക്ടോറിയൽ ഇൻറ്റു R2 ഫാക്ടോറിയൽ ഇൻറ്റു R3 ഫാക്ടോറിയൽ ദെൻ ദാറ്റ് ഹോൾ ഇൻറ്റു നമ്മൾ എന്ത് എഴുതും, ഫസ്റ്റ് ടേം റേസ് ടു R1, സെക്കൻഡ് ടേം റേസ് ടു R2, തേർഡ് ടേം റേസ് ടു R3. ആൻഡ് റിമെമ്പർ R1 പ്ലസ് R2 പ്ലസ് R3 ഇസ് ഈക്വൽ ടു ദി ഇൻഡെക്സ് അല്ലെങ്കിൽ n ആയിരിക്കും. ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് ആണ് നമ്മളിത് പ്രൊസീഡ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജനറൽ ടൈം എഴുതാണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. n is 6. അപ്പോൾ ഞാൻ ഇതിനെ എഴുതാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എങ്ങനെ എഴുതണ്ട, R1 ഫാക്ടോറിയൽ, R2 ഫാക്ടോറിയൽ, R3 ഫാക്ടോറിയൽ ഇൻറ്റു ഫസ്റ്റ് ടേം 1 ആണ്. സോ 1 റേസ് ടു R1 ഇൻറ്റു സെക്കൻഡ് ടേം 2 റേസ് ടു 1/3 ആണ്. ആ ടേം അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. 2 റേസ് ടു 1/3. ആ 1/3 മിസ്സിംഗ് ആയി പോയാൽ തെറ്റി. അപ്പോൾ 1/3 എഴുതുക, റേസ് ടു R2 എഴുതുക, ഇൻറ്റു തേർഡ് ടേം 3 എന്ന് എഴുതിയാൽ പോരാ, 3 റേസ് ടു 1/2 ദ ഹോൾ റേസ് ടു R3 എന്ന് എഴുതി. ആൻഡ് റിമെമ്പർ വൺ തിങ്, R1 പ്ലസ് R2 പ്ലസ് R3 മസ്റ്റ് ബി അവർ ഇൻഡെക്സ്, ദറ്റ് ഈസ് 6. നൗ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R1 ഫാക്ടോറിയൽ. Okay, R1 factorial, the R1 factorial into R2 factorial into R3 factorial. ഇനി നോക്കടാ, 1 raised to R1 as it is, no change. പക്ഷെ ഇവിടെ 2 raised to R2 by 3 എന്നാണ് എഴുതുക. 2 raised to R2 by 3. അതുപോലെ 3 raised to R3 by 2 എന്നാണ് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളിനി R1, R2, R3 ഇതിൻ്റെയൊക്കെ വാല്യൂസ് എഴുതാൻ പോവാണ്. നമുക്കറിയാം R1 നമുക്ക് എന്ത് വാല്യൂ കൊടുക്കാം, കാരണം 1 റേസ് ടു എനി നമ്പർ ഈസ് 1. പക്ഷേ വേറെ കാര്യമുണ്ട്, ഈ R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഈ ഒരു ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട്, ആ സമ്മ് 6 എന്നുള്ള ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് 1ൻ്റെ പവർ ആയിട്ടുള്ള R1 എന്തും കൊടുക്കാം. പക്ഷേ 2ൻ്റെ പവറിൽ എന്താണ്, R2/3 ആണ്. അവിടെ എന്തും കൊടുക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് റാഷണൽ ടേംസ് ആണ് വേണ്ടത്. അപ്പോൾ റാഷണൽ നമ്പറുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കവിടെ 3ൻ്റെ മൾട്ടിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം 3 കട്ട് ചെയ്ത് പോകണം. അതുപോലെ 3യുടെ പവറിൽ R3/2 ആണ്. അവിടെ R3ൻ്റെ വാല്യൂ ഈ ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 2 ആണ് കൊടുക്കേണ്ടത്. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ നടുക്കുള്ള R2ൻ്റെ വാല്യൂ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ R2 0 ആണെന്ന് വിചാരിക്കുക, കാരണം 0/3 എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം. 0/3 ഈസ് 0. അപ്പോൾ 0/2 0 ആണ്. 0 എനി നോൺ സീറോ നമ്പർ 0 ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ 0 വെച്ച് തുടങ്ങാം. അപ്പോൾ R2 0 എന്ന് ഫിക്സ് ചെയ്താൽ നോക്കട്ടെ, R1 പ്ലസ് R2 പ്ലസ് R3 എന്താണ്, 6 ആണ്. അപ്പോൾ R2 0 എന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ R1 എന്താണെന്ന് കിട്ടും. R1 നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് 1 കൊടുക്കാം. അപ്പോൾ R3 എന്താവും, R3 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് എന്തായിരിക്കണം, അതും കൂടെ ശ്രദ്ധിക്കണം. R3 മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്, സമ്മ് 6 കിട്ടാൻ വേണം. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 2 ആയിട്ട് പറയാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് R1 0. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഇങ്ങനെ തീരുമാനിക്കാം. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പ വഴി. R2 നമ്മൾ 0 ഫിക്സ് ചെയ്തു. ഇനി R3ക്ക് നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 2 കൊടുക്കുക, അതായിരിക്കും നല്ലത്. കാരണം അതിനാണ് പ്രയോറിറ്റി. കാരണം 1ൻ്റെ പവർ R1 ആണ്, അവിടെ എന്ത് വേണമെങ്കിൽ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രയോറിറ്റി ഉള്ളതിന് ആദ്യം കൊടുക്കുക. അപ്പോൾ നമുക്ക് R3ക്ക് എന്ത് കൊടുക്കാൻ പറ്റും, മൾട്ടിപ്പിൾ ഓഫ് 2 ആയിട്ട് നമുക്ക് 0 കൊടുക്കാം അല്ലേ. 0/2 പോസിബിൾ ആണല്ലോ, 0 തന്നെയാണ്. അപ്പോൾ ഇത് 6 ആവും, കാരണം 6 + 0 + 0 എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമ്മൾ ഇവിടെ വീണ്ടും 0 തന്നെയാണ്, R2 0 എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയുമ്പോൾ 2 എഴുതുക അല്ലേ. ഏറ്റവും ചെറിയ പോസിറ്റീവ് മൾട്ടിപ്പിൾ 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 4 എന്ന് എഴുതാം, കാരണം 1ന്
ഇറസ്പെക്റ്റീവ് ഓഫ് ദ പവർ വണ്ണിന് പവർ നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദി വാല്യൂ. അപ്പോൾ പക്ഷേ ഈ ലിമിറ്റിനകത്തായിരിക്കണം. ഇനി നമ്മൾ ഈ R2 വീണ്ടും 0 കൊടുത്ത് നോക്കുക. ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 2 ആയിട്ട് 4 പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായും ഇവിടെ 2 കൊടുക്കാം, കാരണം 2 + 0 + 4 6 ആണ്. ഇനി ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 2 ആയിട്ട് നമുക്ക് 6 കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 0 കൊടുക്കാം, കാരണം 0 + 0 + 6 ആണ്. R2/3 പോസിബിൾ ആണ്, അതുപോലെ R3/2 പോസിബിൾ ആണ്. ഓക്കെ, കാരണം ഇൻറ്റിജറായി മാറുന്നുണ്ട്. അപ്പോൾ ഈ പോസിബിലിറ്റി കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് R2 നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് R2 എന്തായിരുന്നു? മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? അപ്പോൾ R2 മൾട്ടിപ്പിൾ ഓഫ് 3 എന്നുള്ള 0 നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് 3 കൊടുക്കാം. 3 കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കണം. അപ്പോൾ 2 കൊടുത്തു. ഓക്കെ, 2 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 0 കൊടുക്കാം. ഇവിടെ 0 കൊടുക്കുക, കാരണം 0/2 പോസിബിൾ ആണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് 3 വരും. അപ്പോൾ 3 + 3 + 0 6 വരുന്നുണ്ട് അല്ലേ? പിന്നെ ഇവിടെ നമ്മൾ 3 തന്നെ ഫിക്സ് ചെയ്ത്, അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 2 ആയിട്ട് എഴുതി. അപ്പോൾ 3 + 2 5 ആയി. അപ്പോൾ ഇവിടെ 1 ആയി. സോ 6 ആയി. ഇനി നമ്മൾ R2 മൾട്ടിപ്പിൾ ഓഫ് 3 വെച്ചിട്ടുള്ളത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇവിടെ 4 കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് 3 എടുക്കാൻ കഴിയില്ല, കാരണം 7 ആയി പോകും. സോ ദാറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ 6 കൊടുക്കാം. കാരണം എന്താണ്, R2 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പോൾ 6 കൊടുത്തു കഴിഞ്ഞാൽ 3 കഴിഞ്ഞാൽ പിന്നെ അടുത്ത മൾട്ടിപ്പിൾ ഓഫ് 6 ഉള്ളൂ. മൾട്ടിപ്പിൾ ഓഫ് 3 6 ഉള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് 0 കൊടുക്കാം, ഇവിടെയും നമുക്ക് 0 കൊടുക്കാം. സോ ഒബ്വിയസ്ലി ഓൾ കണ്ടീഷൻ സാറ്റിസ്ഫൈങ്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒന്നും കൊടുക്കുകയില്ല. അപ്പോൾ ഇത്രയും പോസിബിലിറ്റീസ് ആണുള്ളത്. സോ റിമെമ്പർ 1 2 3 4 5 6 7. സോ ദീസ് മെനി പോസിബിലിറ്റീസ് ആർ ദർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണറാ, ഈ വാല്യൂ നമ്മൾ ആദ്യം എടുക്കുക. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, വെരി ലെങ്തി, നോ ഡൗട്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വാല്യൂസ് R1 R2 R3 ആ വാല്യൂസ് എന്ത് ചെയ്യണം, ഇത് ഈ കാണുന്ന സ്ഥലത്തൊക്കെ കൊടുക്കുക. R1 R2 R3, ഇവിടെ R1 R2 R3 ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഈ വാല്യൂസ് കൊടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ 600 എന്നുള്ളതിനൊരു വാല്യൂ കിട്ടും. അതുമാത്രം പോരാ, 402 ചെയ്യുക, അതുപോലെ 204 ചെയ്യുക, ഇങ്ങനെ ഓരോന്ന് ചെയ്യുക. ഈ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, ആൻഡ് ദാറ്റ് വിൽ ബി ദ ഫൈനൽ റിസൾട്ട്. വെരി ലെങ്തി, നോ ഡൗട്ട്. അപ്പോൾ ഇതിന് ആൻസർ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ടത് 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്ത് വരും, 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പറാണ്, n ആണ്. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, 6 കൊടുക്കണം, പിന്നെ നമ്മൾ 0. അപ്പോൾ R1 6, അപ്പോൾ 6 ഫാക്ടോറിയൽ, പിന്നെ 0 ഫാക്ടോറിയൽ 0 ഫാക്ടോറിയൽ. ഇവിടെ വരിക 1/R1 എന്ന് പറഞ്ഞാൽ 6 ആണ്. പിന്നെ 2R2/3 0/2, അപ്പോൾ 2/0 ആണ്, 3/0 ആണ്. ഓക്കെ, പ്ലസ്. ഇനി നമ്മൾ രണ്ടാമത്തെ റോയിൽ 402 കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വരിക 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ R1 4 ആണ്, സോ 4 ഫാക്ടോറിയൽ. R2 0 ആണ്, സോ 0 ഫാക്ടോറിയൽ, മറ്റേത് 2 ഫാക്ടോറിയൽ. ഇനി ഇവിടെ വരിക 1/4 ആണ്, ദാറ്റ് വിൽ ബി 1 ഇൻറ്റു 2 എന്ത് വരും, 2 R2 എന്ന് പറഞ്ഞാൽ 0 അല്ലേ? യെസ്. അപ്പോൾ 2/0/3 എന്ന് പറഞ്ഞാൽ 0 വരും, ഇൻറ്റു 3 R3 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2/2 1 എന്നാണ് വരിക. സോ 3/1 വരും, പ്ലസ്. സോ സിമിലർലി യു പ്രൊസീഡ് ലൈക്ക് ദിസ്. ഇങ്ങനെ എല്ലാ ടേമും എഴുതണം കേട്ടോ. അടുത്ത് നമ്മൾ 2ൻ്റെ എഴുതാണ്. സോ 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 0 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 1/2 വരും, ഇൻറ്റു 2/0 വരും, ഇൻറ്റു 3 എന്ത് വരും ഇവിടെ, 3/4/2 എന്ന് വെച്ചാൽ 3² വരും. ഓക്കെ, പ്ലസ്. അടുത്ത് നമ്മളിത് കൊടുക്കുകയാണ് 0. അപ്പോൾ 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 0 ഫാക്ടോറിയൽ, പിന്നെ വരിക 6 ഫാക്ടോറിയൽ ആണ്. 1/0 ഇൻറ്റു 2/0 ഇൻറ്റു 3/6/2 എന്ന് പറഞ്ഞാൽ 3³ ആണ് വരിക, പ്ലസ്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോവാണ്. സോ ദ നെക്സ്റ്റ് ഈസ് നെക്സ്റ്റ് കൊടുക്കുക 3 കൊടുക്കുക. 3 കൊടുക്കുമ്പോൾ എന്ത് വരും, സോ പ്ലസ്. അതിൻ്റെ ഇവിടെ പ്ലസ് ചെയ്യാണ്. 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എന്താ കൊടുക്കുന്നത്, 3 ആണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ 0 ഫാക്ടോറിയൽ 1/3 ഇൻറ്റു 2/3/3 1 ഇൻറ്റു 3/0 ആണ് വരിക, പ്ലസ്. അടുത്തത് നമ്മൾ കൊടുക്കുന്നത് 132 ആണ്. ഓക്കെ, 132 കൊടുക്കുമ്പോൾ 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 132 അല്ലേ? യെസ്. ഇൻറ്റു 1/1 വരും, ഇൻറ്റു 132 അല്ലേ, 2/3/3 1 വരും, ഇൻറ്റു 3 എന്ത് വരും, 3 അല്ലേ? യെസ്, 3 എന്ത് വരും ഇവിടെ, 3/2/2 വരും, ദാറ്റ് ഈസ് 3/1 വരും, പ്ലസ്. ഇനി നമ്മൾ ലാസ്റ്റത്തെ 060 എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 0 ഫാക്ടോറിയൽ 6 ഫാക്ടോറിയൽ 0 ഫാക്ടോറിയൽ അല്ലേ? യെസ്. അപ്പോൾ 1/0 2 എന്ത് വരും, 6/3 എന്ന് പറഞ്ഞാൽ 2 വരും, ഇൻറ്റു 3/0 വരും. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. സോ യു ഫൈൻഡ് ഔട്ട് ദീസ് ഓൾ വാല്യൂസ്. നിങ്ങളിത്
കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കുക. 6 ഫാക്ടോറിയൽ 6 സോറി ഇവിടെ ആദ്യം ചെയ്യണം അല്ലേ. 6 ഫാക്ടോറിയൽ കട്ടായി. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും അല്ലേ. അങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂസ് ആസ് 1 + 45. രണ്ടാമത്തെ ആൻസർ 45 ആണ്. മൂന്നാമത്തെ ആൻസർ 135 ആയിരിക്കും. നാലാമത്തെ ആൻസർ 27 ആയിരിക്കും. അഞ്ചാമത്തെ ആൻസർ 40 ആയിരിക്കും. ആറാമത്തെ ആൻസർ നിങ്ങൾ ചെയ്യുക 360 കിട്ടും. ഓക്കെ, ഏഴാമത്തെ ആൻസർ 4 കിട്ടും. ഇഫ് യു ആഡ് ദീസ് ഓൾ യു വിൽ ഗെറ്റ് 612. So what will be the final answer? 612 is the final answer. This is obviously very lengthy question ആണ്. Above average അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ലെങ്തി വൺ. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.